ഹായ് ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രഹസ്യങ്ങളുമാണ് ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയന യഥാർത്ഥത്തിൽ വന്നത് അവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇന്ത്യവരത്തിൽ നിന്നും പിങ്കി പടി ഇറങ്ങുന്ന രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അവിടെ അർജുന് പിങ്കി ഇഷ്ടമാണ്, പക്ഷേ നയനയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാനായിട്ട് തനിക്കും പറ്റത്തില്ല. നയന തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാനായിട്ട് അർജുന് സാധിക്കുന്നില്ല എന്നല്ല, അർജുനെ അവിടെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും എന്ന് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അവിടെ എല്ലാവരും സഭ കൂടി എല്ലാവരും വലിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അവസാനം നയനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ല എന്ന അർജുന്റെ ആ ഒരൊറ്റ തീരുമാനത്തിൽ പിങ്കി തന്നെ അത്രത്തോളം തകർന്നടിഞ്ഞു പോയി. ഇനി എന്തായാലും തനിക്ക് അവിടെ പറ്റത്തില്ല, ഇനി എനിക്ക് മറ്റുള്ളവരെ നോക്കി അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ പിങ്കി അവിടുന്ന് പടി ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇനി എനിക്കിവിടെ നിന്നിട്ട് എനിക്കൊരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എന്ന് എല്ലാവരോടും പ്രഖ്യാപിച്ചുകൊണ്ട് പിങ്കി നേരെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനുമാണ്, ഭയങ്കര സങ്കടമാണ്. അവിടെ അർജുന് പോലും പിങ്കി പോകുന്നതിൽ നല്ല സങ്കടമുണ്ട്. അങ്ങനെ പിങ്കിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നന്ദ പോയെങ്കിലും സന്തോഷിക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് സുമംഗലയും നയനയും. പക്ഷെ നയനയ്ക്ക് അവിടെ സന്തോഷമുണ്ടെങ്കിലും പിങ്കി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പിങ്കി ഒഴിവാക്കണമെന്ന് വിചാരിച്ചു. എത്രയും പെട്ടെന്ന് പിങ്കി ഒഴിവായതിൽ അത്രയും സന്തോഷം. പക്ഷേ നയനയ്ക്ക് അവിടെ ഒരു വിഷമവും കൂടിയുണ്ട്. താൻ ഇവിടുത്തെ അരുന്ധതിയുടെ കുറച്ച് സ്വർണം കൈക്കലാക്കി പിങ്കിയുടെ ബാഗിലാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അവിടെ പിങ്കി ആ ബാഗ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സ്വർണം എനിക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അഥവാ ഇവിടെ അരുന്ധതി എങ്ങാനും അത് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പോലീസായിട്ട് നമ്മൾ ഗൗതം തന്നെയുണ്ട്. അങ്ങനെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു കുറ്റക്കാരിയായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറെ ആരുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും നന്ദ പിങ്കിയെ സമാധാനപ്പെടുത്തി ഇവിടെ നിർത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷൻ അടിച്ച് നേരെ നന്ദയുടെ പിന്നാലെ നയനെ വെച്ച് പിടിച്ചു. പിങ്കി അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും എടുത്ത് ഒതുക്കി വെക്കുന്നുണ്ട്. അവിടെ നന്ദ ഒരുപാട് പറയുന്നുണ്ട്, പിങ്കി നീ പോവരുത്, ഇവിടെ നിനക്ക് അത്രത്തോളം അർജുനെ ഇഷ്ടമാണ്, അപ്പോൾ ഇവിടെ നീ പിടിച്ചു നിൽക്കണം, നീ ഇങ്ങനെ ഒരാളുടെ വാക്കും കേട്ടുകൊണ്ട് നീ ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അവിടെ ഒന്നും നടന്നില്ല. പിങ്കി പറഞ്ഞത്, എനിക്ക് ഇനി ഒരാളെ ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്കിനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല, ഇനി എനിക്ക് ഇത്രത്തോളം താഴാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പടിയിറങ്ങുവാണ്. അപ്പോൾ പിങ്കി ആ ബാഗൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അതിൽ നിന്ന് എങ്ങനെ സ്വർണ്ണം കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അധികം നോക്കാതെ പിങ്കി ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ പിങ്കി ഇറങ്ങുന്ന ടൈമിൽ അവിടെ അർജുനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൗതം പോയിട്ടുണ്ടായിരുന്നു. അർജുൻ, നീ ചെയ്തത് എന്താ ഇത്ര തെറ്റ്, നീ എന്താ ഈ കാണിക്കുന്നത്? അവിടെ നീ പിങ്കിയും നയനയും ഒരേ ത്രാസിൽ വെച്ച് തൂക്കാനായിട്ടാണ് നോക്കിയത്. ഇവിടെ നിനക്ക് നയനെ ഒന്ന് ഇറക്കി വിട്ടൂടെ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ അർജുന്റെ തലയിൽ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൗതം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ അർജുൻ ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവിടെ അർജുൻ പറഞ്ഞത്, ഇപ്പോൾ പിങ്കി ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ പിങ്കിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നയന ഇവിടെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് വന്നതാണ്, നയന നാളെ ആകുമ്പോഴത്തേക്ക് ക്യാമ്പ് കഴിഞ്ഞ് അവൾ തിരിച്ചു പോകും. അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ സോൾവ് ആയി. അല്ലാതെ പിങ്കിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ അമ്മയായിരിക്കും ഇറക്കി വിടേണ്ട അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് പറ്റത്തില്ല എന്ന് അർജുൻ പറഞ്ഞു. എന്നാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അർജുൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഗൗതം ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന സുമംഗല വന്നിട്ട് അർജുനോട് ദേഷ്യപ്പെട്ട് നമ്മുടെ ഗൗതമിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, ഗൗതം മനഃപൂർവ്വം അർജുന്റെ ജീവിതം കുളം തോണ്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണോ? ഇവിടെ അത്രത്തോളം ഇന്ന് വരെ ആയിട്ട് അർജുൻ സന്തോഷം എന്നത് അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് അർജുൻ കുറച്ച് സന്തോഷം അനുഭവിക്കുന്നത്. വീണ്ടും അവന്റെ ജീവിതത്തിൽ ഇരുട്ട് മൂടാൻ വേണ്ടിയിട്ടാണോ നീ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവിടെ തനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ അമ്മയുടെ അടുത്തും മകൻ്റെ അടുത്തും പല ആവർത്തി പറഞ്ഞിട്ടും ആർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയെന്നും പറഞ്ഞാണ് അവിടെ ഗൗതമിനെ നന്ദയ്ക്കാണെങ്കിലും പറയാൻ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ്, ആ ഒരു ചിന്തയിലാണ് ഗൗതം.
അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ കൂടി പിങ്കി ഇറങ്ങി പോവാണ്. ആ പിങ്കി ഇറങ്ങി പോകുന്ന സമയത്ത് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിങ്കിയെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അവസാനമായിട്ട് അർജുൻ പറഞ്ഞു, പിങ്കി നീ ചെയ്യുന്നത് തെറ്റാണ്. അവിടെ ഗൗതമും പറഞ്ഞു, പിങ്കി നീ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പൂച്ച കിണറ്റിലോട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അത് പാടാണ്. ഇപ്പം നമ്മൾ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, പക്ഷെ അത് അത് തെറ്റിപ്പോയി എന്ന് അറിയുമ്പോൾ തിരിച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് ചാടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. അതുപോലെ നീ ഇപ്പോൾ പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞ് എടുത്ത ഈ തീരുമാനം നിനക്ക് അവസാനം അത് തെറ്റിലോട്ടേ ചെന്ന് ചാടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ പിങ്കിയുടെ തലയിൽ ഒന്നും കയറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പ്രത്യേകിച്ച് പിങ്കിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം പിങ്കിയും ഇതിലൊരു കുറ്റവാളിയാണ്. പിങ്കി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ വഷളായത്, അവിടെ നയനെ ഉള്ളത് കൊണ്ട് തന്നെ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം അർജുനോട് പിങ്കി ഒരു കാര്യം കൂടി ചോദിച്ചു, അർജുന് എന്നെയാണോ വലുത് നയനെയാണോ വലുത്? അർജുന് നയനെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് സാധിക്കുമോ എന്ന് പിങ്കി എല്ലാവരുടെയും മുന്നിൽ കൂടി ഒരു വട്ടവും കൂടി ചോദിച്ചു. പക്ഷേ അവിടെ അർജുൻ്റെ തീരുമാനം നോ എന്നായിരുന്നു. അതോടുകൂടി എല്ലാം എടുത്തുകൊണ്ട് പിങ്കി നേരെ തൻ്റെ വീട്ടിലോട്ട് പോയി. ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ സുമംഗലയും നയനയൊക്കെ തുള്ളിച്ചാടുന്നുണ്ടെങ്കിലും സുമംഗലയുടെ മനസ്സിൽ ചെറിയൊരു കരടുണ്ട്. സുമംഗല തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അങ്ങനെ ഇറങ്ങി വന്ന ടൈമിൽ എൻ്റെ കെട്ടുതാലി പൊട്ടിച്ച് ഞാൻ ഇറങ്ങി വന്ന ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ അത്രയും വിഷമമാണ് ഇന്ന് പിങ്കിയും ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിങ്കി പോകുന്നത് കൊണ്ട് എനിക്ക് ദുഃഖമെന്നല്ല, പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ നയനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സുമംഗലയുടെ മനസ്സ് മാറുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വിഷം കയറ്റാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിക്കും. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് വന്ന നന്ദ സുമംഗലയ്ക്ക് നല്ല മറുപടി കൊടുത്തു. അപ്പോൾ സുമംഗലയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് നന്ദയെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നയനയുടെ വാടപ്പിച്ചുകൊണ്ട്, നിന്നോടല്ല ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ അപ്പച്ചിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. നീ സംസാരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല, അതുകൊണ്ട് നീ മാറി നിൽക്ക്. എന്നിട്ട് അപ്പച്ചിയോട്, അതായത് സുമംഗല അപ്പച്ചിയോട് നന്ദ പറഞ്ഞു, അപ്പച്ചി ഇപ്പോൾ ചെയ്ത ഈ ഒരു കാര്യം, പിങ്കിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിളക്കെന്നും അപ്പച്ചിയുടെയും അർജുൻ്റെയും ജീവിതം നരകത്തിലോട്ടാണ് പോകുന്നത്, പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതോടുകൂടി നിങ്ങളുടെ ജീവിതം നശിച്ചു പോയി എന്ന് അറിയുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. അന്ന് നിങ്ങൾക്ക് ഈ വിഷമമൊന്നും അടക്കാൻ പറ്റത്തില്ല. പിങ്കി ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളക്ക്, പക്ഷെ അതാണിപ്പോൾ അണഞ്ഞിരിക്കുന്നത്. ഈ ഒരു ദുഃഖം നിങ്ങൾ ഒരു നാൾ അറിയും. ആ അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അത്രത്തോളം വേദന കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇതിനെല്ലാം അപ്പച്ചി പഠിക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ നന്ദ പറഞ്ഞിട്ട് പോയി. പക്ഷെ അവിടെ വീണ്ടും സുമംഗലയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിച്ചു. എന്തായാലും എന്തൊക്കെ ആയാലും അവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നയനയുടെ അടുത്ത ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അവിടെ പ്രോഗ്രാമിന്റെ മുന്നിൽ പിങ്കി ചെന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, തന്റെ മകളെ അത്രത്തോളം സന്തോഷത്തോടെ കല്യാണം കഴിച്ച് വിട്ടിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി അവിടെ പറഞ്ഞു വിട്ടത്. പക്ഷെ പിങ്കി കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഇപ്പോൾ പിങ്കിയാണ് ഇതിലെ പിങ്കി ഇതിൽ ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി ഇറങ്ങി വരുന്ന ആ ഒരു അവസ്ഥ കണ്ടു നിൽക്കാൻ ആ ഒരു അച്ഛന് പറ്റത്തില്ല. ആ ഒരു വിഷമമാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പിങ്കി ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് ജീവിച്ചത്, എന്തിനാണ് ജനിച്ചത്, എന്തിനാണ് വളർന്നത്, എന്തിനാണ് ഞാൻ ജീവിച്ചത്, എന്തിനാണ് എല്ലാവരെയും സ്നേഹിച്ചത്, ഇത്രയും ദുഃഖം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു പിങ്കിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പിങ്കി എത്രയൊക്കെ തെറ്റ് ചെയ്തെങ്കിലും ഇപ്പോഴ് ശരി പിങ്കിയുടെ ഭാഗത്താണ്. അവിടെ നയന ഇത്രയൊക്കെ തെറ്റ് ചെയ്തുവെങ്കിൽ പോലും അവിടെ പിങ്കിയെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ്. ആ ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ പിങ്കിയുടെ ഇത്രയും നാളത്തെ ആ ഒരു പിങ്കി ചെയ്ത തെറ്റുകൾ മറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് പിങ്കിയുടെ ആ ഒരു കരയുന്ന ഒരു സീനുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണൽ സീനായിരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്ത്യ വരത്തിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ.